ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന് നീതി ആവശ്യപ്പെട്ടുകൊണ്ട് ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ ഭാഗികം. BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോഴിക്കോട് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും. തളിശ്രീ മഹാഗണപതി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ മഹാകുംഭാഭിഷേക മഹായജ്ഞ ചടങ്ങുകൾ പുരോഗമിക്കുന്നു. നൂർ നസീറ വർണ്ണാലയം കപ്പിൾസിന്റെ ചിത്ര പ്രദർശനം ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന് നീതി ആവശ്യപ്പെട്ട് ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ ഭാഗികമായിരുന്നു. ചില സ്ഥലങ്ങളിൽ വാഹനങ്ങൾ തടഞ്ഞു, കടകൾ അടപ്പിച്ചു, യാത്രക്കാരും വലഞ്ഞു. 52 ദളിത് സംഘടനകളാണ് ഹർത്താലിന് നേതൃത്വം നൽകിയത്. രോഹിത് വെമുല നിയമം നടപ്പാക്കുക, നിതിൻ രാജിന്റെ കുടുംബത്തിന് 10 കോടി രൂപ നഷ്ടപരിഹാരം നൽകുക, അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിന്റെ അഫിലിയേഷൻ റദ്ദാക്കുക, ജുഡീഷ്യൽ മേൽനോട്ടത്തിൽ കേസന്വേഷണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഹർത്താൽ നടത്തിയത്. ജസ്റ്റിസ് ഫോർ നിതിൻ രാജ് ആക്ഷൻ കൗൺസിലും ദളിത് ആദിവാസി സംഘടനകളുമാണ് ഹർത്താൽ നടത്തിയത്. കോഴിക്കോട് നഗരത്തിൽ കടകൾ തുറന്നു പ്രവർത്തിച്ചു. സ്വകാര്യ വാഹനങ്ങൾ യാത്ര നടത്തി. KSRTC ബസ്സുകളും സർവീസ് നടത്തി. എന്നാൽ ഹർത്താൽ ആഹ്വാനം ചെയ്ത സംഘടനകൾ യാത്ര തടസ്സപ്പെടുത്തില്ലെന്ന് പറഞ്ഞിരുന്നെങ്കിലും പലയിടങ്ങളിലും യാത്രക്കാർ വലഞ്ഞു. കടകൾ നിർബന്ധമായി അടപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. സ്വകാര്യ വാഹനങ്ങളെയും ഹർത്താൽ അനുകൂലികൾ തടഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ദളിത് സംഘടനകൾ നടത്തിയ ഹർത്താലിനോടനുബന്ധിച്ച് കോഴിക്കോട് കമ്മീഷണർ ഓഫീസിലേക്ക് ആക്ഷൻ കൗൺസിൽ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി. ബാബു നെല്ലിക്കുന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. മാനാഞ്ചിറ സ്ക്വയറിൽ നിന്നും കമ്മീഷണർ ഓഫീസിലേക്കാണ് ആക്ഷൻ കൗൺസിൽ പ്രവർത്തകർ പ്രകടനം നടത്തിയത്. ധർണയ്ക്കും പ്രകടനത്തിനും സുരേഷ് വെള്ളിമാടുകുന്ന്, രജിത പേരാമ്പ്ര, ഷാജി ചാലപ്പുറം എന്നിവർ നേതൃത്വം നൽകി. നിതിൻ രാജിന്റെ കൊലപാതകികളെ അറസ്റ്റ് ചെയ്യുന്നതുവരെ സമരം ശക്തമാക്കുമെന്ന് ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബാബു നെല്ലിക്കുന്ന് പറഞ്ഞു. ഈ കേരളത്തിൽ ഈ പ്രതിഷേധം ഞങ്ങൾ നിർത്തിവെക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഈ ജനാധിപത്യ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുന്നതുവരെ ഞങ്ങളുടെ സമര പരിപാടികൾ വ്യത്യസ്ത തലങ്ങളിൽ വ്യത്യസ്ത രീതികൾ കൊണ്ടുവരും. ജനാധിപത്യ സംവിധാനത്തെ ശക്തിപ്പെടുത്തി ഈ പൗരസമൂഹത്തിനെ അന്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെടുന്ന സമൂഹത്തിനെ അല്ലെങ്കിൽ ദളിത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട നിർബന്ധരായ മറ്റു വിദ്യാർത്ഥികളെ കൂടി ചേർത്തുകൊണ്ട് അവർക്ക് നീതി ലഭിക്കുന്ന രീതിയിൽ ഈ സമരത്തിന് മുന്നോട്ട് കൊണ്ടുപോയി ഒരു ജനാധിപത്യം ശക്തിപ്പെടുത്തണം എന്ന് മാത്രമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഹർത്താൽ അനുകൂലികളായ ആക്ഷൻ കൗൺസിൽ പ്രവർത്തകരെ കോഴിക്കോട് കസബ പോലീസ് അറസ്റ്റ് ചെയ്ത് കരുതൽ തടങ്കലിൽ വെച്ചു. രാംദാസ് വേങ്ങേരി, ബാബു നെല്ലിക്കുന്ന്, പുഷ്പകുമാർ, രമേശ് ബാബു NK, മോഹനൻ ഉണ്ണികുളം, ലിജുകുമാർ KP എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ സ്റ്റേഷനിൽ നിന്നും സ്വന്തം ജാമ്യത്തിൽ വിട്ടു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ശനേശ്വര നവഗ്രഹ ക്ഷേത്രമായ കോഴിക്കോട് തളിശ്രീ മഹാഗണപതി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ മഹാകുംഭാഭിഷേക മഹായജ്ഞ ചടങ്ങുകൾ 31 ദിവസങ്ങൾ പിന്നിട്ടു. 51 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളാണ് പുരോഗമിക്കുന്നത്. മെയ് 8-നാണ് മഹാകുംഭാഭിഷേകം.
തളി മഹാകുംഭാഭിഷേക മഹായജ്ഞത്തിൽ ഇതിനകം സഹസ്രമോദക സഹിത അഷ്ടദ്രവ്യക്കൂട്ട് മഹാഗണപതി ഹോമം, സൂര്യനാരായണ പ്രീതി, സർവകാര്യ സിദ്ധി പൂജ, നവഗ്രഹ ഹോമം, ഗണേശ ലക്ഷാർച്ചന, സുബ്രഹ്മണ്യ ലക്ഷാർച്ചന, അന്നപൂർണേശ്വരി പൂജ, ആവഹന്തി ഹോമം, പങ്കുനി ഉത്രക്കാവടി പ്രദക്ഷിണം, വള്ളിക്കല്യാണ മഹോത്സവം, അധ്യാത്മരാമായണ സപ്താഹയജ്ഞം, ഭജനോത്സവം, ദേവീ മഹാത്മ്യ പാരായണം, മഹിഷാസുരമർദ്ദിനി സ്തോത്ര പാരായണം, അന്നപൂർണാഷ്ടകം പാരായണം, സൗന്ദര്യലഹരി പ്രഭാഷണം, മഹാലക്ഷ്മി പൂജ, കനകാഭിഷേകം, സ്തോത്ര ത്രിവേണി പാരായണം, മൂകപഞ്ചാശരി പാരായണം, ബ്രഹ്മഋഷി മോഹൻജിയുടെ അനുഗ്രഹ പ്രഭാഷണം, മുരുകഷഷ്ടി കാവടി പൂജ, ലളിത സഹസ്രനാമ പാരായണം, ദേവി നാരായണീയം പാരായണം എന്നിവ നടന്നു. മെയ് 2-ന് മഹാകുംഭാഭിഷേക ചടങ്ങുകൾ ആരംഭിക്കും. അതിനായി യാഗശാലയുടെ പ്രവൃത്തികൾ ക്ഷേത്രത്തിൽ പുരോഗമിക്കുകയാണ്. മെയ് 8-നാണ് ജീർണോദ്ധാരണ അഷ്ടബന്ധന മഹാകുംഭാഭിഷേകം. കുംഭാഭിഷേകത്തിന് ശൃംഗേരി ശാരദാപീഠം ജഗദ്ഗുരു ശങ്കരാചാര്യർ ശ്രീ വിധുശേഖര ഭാരതി സന്നിധാനം മുഖ്യ കാർമ്മികത്വം വഹിക്കും. മെയ് 9-ന് ശൃംഗേരി ശാരദാപീഠം ജഗദ്ഗുരു ശങ്കരാചാര്യർ വിധുശേഖര ഭാരതി സന്നിധാനത്തിന്റെ ദിവ്യ സാന്നിധ്യത്തിൽ 1000-ലധികം ഭക്തജനങ്ങൾ സ്തോത്ര ത്രിവേണി പാരായണം നടത്തും. മെയ് 10-ന് സഹസ്ര കലശവും, മെയ് 11 മുതൽ 16 വരെ അതിരുദ്ര മഹായജ്ഞവും ശ്രീ ഗംഗ ആരതിയും നടക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ലക്ഷദ്വീപിൽ നിന്നുള്ള നൂർ നസീറ വർണ്ണാലയം കപ്പിൾസിന്റെ ചിത്ര പ്രദർശനം ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ ആരംഭിച്ചു. ആർട്ടിസ്റ്റ് മദനൻ അധ്യക്ഷനായ ചടങ്ങിൽ NKP മുത്തുക്കോയ ഓൺലൈനായി പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ലക്ഷദ്വീപിലെ ആഴക്കടലിലേക്ക് സ്കൂബ ഡൈവിംഗ് നടത്തി കപ്പലുകളിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യം ശേഖരിക്കുന്നവർ, കടലിനടിയിൽ ഊളിയിട്ട് നീങ്ങുന്ന വ്യത്യസ്ത ഇനം വർണ്ണ മത്സ്യങ്ങൾ, പവിഴപ്പുറ്റുകൾ, ജെല്ലി ഫിഷ്, ബട്ടർഫ്ലൈ ഫിഷ്, കടൽ വെള്ളരിക്കകൾ, സമുദ്രത്തിലെ തിരമാലകൾക്കടിയിലെ കാണാ കാഴ്ചകളാണ് ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറി നിറയെ. വർണ്ണാലയം കപ്പിൾസ് എന്നറിയപ്പെടുന്ന ലക്ഷദ്വീപിൽ നിന്നുള്ള ദമ്പതിമാരായ മുഹമ്മദ് നൂറിന്റെയും നസീറയുടെയും ചിത്ര പ്രദർശനത്തിനുള്ള കാഴ്ചകളാണിവ. അക്രിലിക്കിൽ മിഴി തുറക്കുന്ന ചിത്രക്കാഴ്ചകളുമായി ഏക് ദുനിയ ലഹ്റം കെ നീച്ചെ ചിത്ര പ്രദർശനം ആർട്ട് ഗ്യാലറിയിൽ ആരംഭിച്ചു. പല സമയത്തായി ലക്ഷദ്വീപിലെ കടലാഴങ്ങളിൽ സ്കൂബ ഡൈവിംഗ് നടത്തിയും ഗ്ലാസ് ബോട്ടിൽ സഞ്ചരിച്ചും നേരിൽ കണ്ട ദൃശ്യങ്ങളാണ് ക്യാൻവാസിലേക്ക് പകർത്തിയത്. റിട്ടയർഡ് അഖിലേന്ത്യാ പെയിന്റിംഗ് എക്സിബിഷൻ ഓഫീസർ NKP മുത്തുക്കോയ ലക്ഷദ്വീപിൽ നിന്നും ഓൺലൈനായി പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആർട്ടിസ്റ്റ് മദനൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ മുല്ലക്കോയ, ഡോക്ടർ കബീർ, KP മുത്തുക്കോയ, PT ഹംസ, അഫ്സൽ വെള്ളിപ്പറമ്പ്, സിറാജ് കോയ, ശശി മോങ്ങം, ഷാജി കുന്നമംഗലം എന്നിവരും സംസാരിച്ചു.
ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ സമ്പൂർണ്ണ അഴിച്ചുപണി അനിവാര്യമെന്ന് MK രാഘവൻ MP. കേരള പ്രൈവറ്റ് പ്രൈമറി ഹെഡ് മാസ്റ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായ യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP. കേരള പ്രൈവറ്റ് പ്രൈമറി ഹെഡ് മാസ്റ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളന പരിപാടികൾ കോഴിക്കോട്ട് നടന്നു. സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തിയ യാത്രയയപ്പ് സമ്മേളനത്തിന്റെ ഉദ്ഘാടനം MK രാഘവൻ MP നിർവഹിച്ചു. സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് സമ്പൂർണ്ണ അഴിച്ചുപണി അനിവാര്യമാണെന്ന് MP പറഞ്ഞു. അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് M സൈദലവി അധ്യക്ഷനായിരുന്നു. KC കൃപരാജ്, KC അബ്ദുസലാം, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ വിൻസെന്റ് മാത്യൂസ്, മുഹമ്മദ് അയൂബ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിനിധി സമ്മേളനം അഹമ്മദ് ദേവർകോവിൽ MLA ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ മേഖലയുടെ പുരോഗതിക്കും പൊതുസേവനത്തിൻ്റെ ഉന്നതിക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഓരോരുത്തരുടെയും പ്രതിബദ്ധതയാണ് ഈ വേദിയെ സാർത്ഥകമാക്കുന്നത്. വിദ്യാഭ്യാസത്തിൻ്റെ അടിത്തറ പ്രാഥമിക വിദ്യാഭ്യാസം എന്നത് കുട്ടിയുടെ ഭാവി നിർണയിച്ച് അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്ന ഒരു പൂന്തോട്ടമാണ്. പൊതുവിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തുക എന്നത് ഒരു സർക്കാരിൻ്റെ പ്രധാന ഉത്തരവാദിത്തമാണ്. ഒരു സംഘടന എന്ന നിലക്ക് നിങ്ങൾക്ക് ഗവൺമെൻറ്റിനോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകും. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഗവൺമെൻറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടാകും. സ്വാഭാവികമായും ഏതൊരു സംഘടനയും അതിൻ്റെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് അത്തരം കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാറുണ്ട്. അത്തരം ഗവൺമെൻറ്റിൻ്റെയും ഉത്തരവാദപ്പെട്ടവരുടെയും ശ്രദ്ധയിൽ അത് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഇത്തരം പ്രതിനിധി സമ്മേളനങ്ങൾ ഉയർന്നു വരേണ്ടത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ ന്യായമായ അവകാശങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകുമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് P കൃഷ്ണപ്രസാദ് അധ്യക്ഷനായിരുന്നു. സംഘാടക സമിതി ജനറൽ കൺവീനർ NC അബ്ദുള്ളക്കുട്ടി, സംസ്ഥാന ജനറൽ സെക്രട്ടറി G സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കാജുകാഡോ കരാട്ടെ ആൻഡ് മാർഷൽ ആർട്സ് അക്കാദമിയുടെ കളർ ബെൽറ്റ് ഗ്രേഡിംഗ് ടെസ്റ്റ് കോഴിക്കോട്ട് നടന്നു. ഗ്രാൻഡ് മാസ്റ്റർ ഷിഹാൻ M ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കാജുകാഡോ കരാട്ടെ ആൻഡ് മാർഷൽ ആർട്സ് അക്കാദമിയുടെ കളർ ബെൽറ്റ് ഗ്രേഡിംഗ് ടെസ്റ്റ് ഈസ്റ്റ് ഹിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ സെന്ററിൽ നടന്നു. ഗ്രാൻഡ് മാസ്റ്റർ ഷിഹാൻ M ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ക്യോഷി PK ജയരാജ്, ക്യോഷി CP രാഗേഷ് എന്നിവർ നേതൃത്വം നൽകി. ചടങ്ങിൽ കാജുകാഡോ കരാട്ടെ രക്ഷാകർതൃ സമിതി അംഗമായ പാലക്കാട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വിരമിച്ച ഉണ്ണികൃഷ്ണനെ കാജുകാഡോ കരാട്ടെ ഗ്രാൻഡ് മാസ്റ്റർ ഷിഹാൻ M ദിലീപ് കുമാർ ഷാൾ അണിയിച്ചും രക്ഷാധികാരി പ്രസന്ന ടീച്ചർ ഉപഹാരം നൽകിയും ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും
MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഇന്റർവെൽ ലേണിംഗ് പ്ലാറ്റ്ഫോമിന്റെ പുതിയ സംരംഭമായ ഇന്റർവെൽ സ്കിൽഎക്സ് കോഴിക്കോട് സെന്റർ ഏപ്രിൽ 29 പ്രവർത്തനം ആരംഭിക്കും. യുവജനങ്ങൾക്ക് ആധുനിക കാലത്ത് ആവശ്യമായ തൊഴിൽപരമായ കഴിവുകൾ നൽകുകയാണ് സ്കിൽഎക്സിന്റെ ലക്ഷ്യമെന്ന് സാരഥികൾ പറഞ്ഞു. ഇന്റർവെല് മേജറായിട്ട് 3 ഡിവിഷൻസ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ഡിവിഷൻ പാർട്ട്ണറായിട്ടുള്ള ഷിബിലി ലീഡ് ചെയ്യുന്ന മാജിക് ലാമ്പ് എന്നുള്ള ഡിവിഷനാണ്. അത് ഒരു പാരന്റിങ് പാർട്ട്ണറാണ്. പാരന്റിങ് പാർട്ട്ണർ എന്ന് പറയുമ്പോൾ പാരന്റിങ്ങിൽ വരുന്ന കോഴ്സസ് ആയിട്ടും അതുപോലെ അതുമായി ബന്ധപ്പെട്ട പ്രൊഡക്റ്റുകളിലേക്കുള്ള ആക്സസ് ആയും അതുപോലെ അതിനു വേണ്ടിയുള്ള ആപ്പായിട്ടൊക്കെ ഒരുപാട് സർവീസസ് വരുന്ന ഒരു ഡിവിഷനാണ് മാജിക് ലാമ്പ് എന്നുള്ളത്. രണ്ടാമത്തത് നമ്മുടെ ലേണിംഗ് പാർട്ട്ണറാണ്. ഇന്റർവെൽ ലേണിംഗ് എന്നുള്ള ഒരുപക്ഷെ നമ്മൾ ആദ്യം തുടങ്ങിയത് ആ ഒരു പോർഷനിൽ നിന്നാണ്. അത് 3 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികളുടെ എഡ്യൂക്കേഷണൽ ജേണിയാണ് അതിലൂടെ നമ്മൾ എളുപ്പമാക്കി കൊടുക്കുന്നത്. അതിനാണ് നമ്മൾ ലേണിംഗ് പാർട്ട്ണർ വരുന്നത്. അടുത്തതാണ് നമ്മുടെ കരിയർ പാർട്ട്ണർ. 14 വയസ്സ് മുതൽ കരിയർ വരെയുള്ള കുട്ടികളുടെ കരിയർ വരെയുള്ള ജേണി, അത് ആ ഓരോ കുട്ടികളുടെയും ആപ്റ്റിറ്റ്യൂഡും കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ട് ചെയ്യുന്ന ഒരു ഡിവിഷനാണ്. അപ്പോൾ ഈ സ്കിൽഎക്സിന്റെ കാലിക്കറ്റ് ബ്രാഞ്ചിന്റെ ഓപ്പണിംഗ് ആണ്. അക്കാഡമിക് ട്യൂഷനുകൾ, കിൻഡർ ഗാർഡൻ പ്രോഗ്രാമുകൾ, മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ്, സ്പോക്കൺ ഇംഗ്ലീഷ് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്ന ഇന്റർവെൽ ഭാവിയിൽ തൊഴിൽ മേഖലകളിലേക്ക് വിദ്യാർത്ഥികളെ തയ്യാറാക്കുന്ന സ്കിൽ ബേസ്ഡ് പഠനത്തിനായി സ്കിൽഎക്സ് എന്ന പുതിയ പ്ലാറ്റ്ഫോം ആരംഭിക്കുകയാണ്. കോഴിക്കോട് സ്കിൽഎക്സ് സെന്റർ കേരളത്തിലെ യുവജനങ്ങൾക്ക് ലോകോത്തര നിലവാരത്തിലുള്ള സ്കിൽ ട്രെയിനിംഗ് ലഭ്യമാക്കുന്നതിനുള്ള പ്രധാന ഘട്ടമാണെന്ന് സ്ഥാപനത്തിന്റെ പ്രതിനിധികൾ അറിയിച്ചു. കേരളത്തിനകത്തും പുറത്തുമായി കൂടുതൽ സ്കിൽഎക്സ് കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്നും അവർ വിശദീകരിച്ചു. വാർത്താ സമ്മേളനത്തിൽ OK സന്നാഫ്, അസ്ലൻ തടത്തിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സുൽത്താൻ ബത്തേരി കേണൽസ് അക്കാദമി കോഴിക്കോട്ടും എത്തുന്നു. പുതിയ ശാഖ കുണ്ടുപറമ്പിൽ പ്രവർത്തനം തുടങ്ങുമെന്നും ഇതിന്റെ മുന്നോടിയായ അവയർനെസ് ക്ലാസും പ്രീ റിക്രൂട്ട്മെന്റ് രജിസ്ട്രേഷനും മെയ് 1 കോഴിക്കോട് നെക്സ്റ്റ് ഡേ ടൈം സ്ക്വയറിൽ നടക്കുമെന്നും അധികൃതർ അറിയിച്ചു. സുൽത്താൻ ബത്തേരിയിലെ കേണൽസ് അക്കാദമി എന്ന ഒരു അക്കാദമി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് പേർക്ക് ജോലി കൊടുത്ത ഇന്ത്യൻ ആർമി, എയർഫോഴ്സ്, നേവി, BSF, CSF, CRPF 20-ൽ പരം സൈനിക, അർദ്ധസൈനിക വിഭാഗങ്ങളിൽ കുട്ടികൾക്ക് ജോലി കൊടുത്ത നമ്മൾ കുട്ടികളെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ആസ്പെക്റ്റിലും മറ്റുള്ള സ്വഭാവ രൂപീകരണത്തിലും ചുക്കാൻ പിടിച്ച് 7 വർഷം കേണൽസ് അക്കാദമിയുടെ ഒരു ബ്രാഞ്ച് കോഴിക്കോടും തുടങ്ങാൻ ഉദ്ദേശിച്ചിരിക്കുന്നു. കോഴിക്കോട് കുണ്ടുപറമ്പ് എന്ന സ്ഥലത്താണ് നമ്മൾ ഈ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നത്. 20-ൽ പരം സൈനിക, അർദ്ധസൈനിക വിഭാഗങ്ങൾക്ക് പുറമെ റെയിൽവേ, ബാങ്കിംഗ്, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയാണ് കേണൽ അക്കാദമിയിൽ കോഴ്സുകൾ ക്രമപ്പെടുത്തിയിട്ടുള്ളത്. അതിനൊപ്പം മർച്ചന്റ് നേവി, CUET, സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സ്, NDA, CDS, സർവീസ് സെലക്ഷൻ ബോർഡ് എന്നീ മത്സര പരീക്ഷകൾക്കും കേണൽസ് അക്കാദമി പരിശീലനം നൽകുന്നു. പരിശീലനത്തിന് വരുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണെന്ന് അധികൃതർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ കേണൽ ഡോക്ടർ രവീന്ദ്ര ബാബു, സന്തോഷ്, പ്രഭാവതി അമ്മ തുടങ്ങിയവർ സംബന്ധിച്ചു. ആ ആർമിയിൽ എന്തെല്ലാം അവസരങ്ങളുണ്ടെന്നുള്ളത് നമുക്ക് ഒന്ന് അവലോകനം ചെയ്യാനുള്ള ഒരു അവസരമാണ് ഈ മെയ് 1 നമ്മൾ നടത്തുന്ന. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന് നീതി ആവശ്യപ്പെട്ടുകൊണ്ട് ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ ഭാഗികം. BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട്
കോഴിക്കോട് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും. തളിശ്രീ മഹാഗണപതി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ മഹാകുംഭാഭിഷേക മഹായജ്ഞ ചടങ്ങുകൾ പുരോഗമിക്കുന്നു. നൂർ നസീറ വർണ്ണാലയം കപ്പിൾസിന്റെ ചിത്ര പ്രദർശനം ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.